ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി താമസിക്കാതെ തന്നെ അങ്ങ് തുടങ്ങിയാലോ? മസാല ദോശയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിവിടെ 5 മസാല ദോശയ്ക്കുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ മീഡിയം സൈസുള്ള ഒരു സവോള ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി കുനുകുന അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. എരിവുള്ള 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക് വറുക്കാനായിട്ടുള്ള എണ്ണയാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. ഇത്രയും സാധനങ്ങളാണ് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ കിഴങ്ങെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കിഴങ്ങ് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ തണ്ടൂരി ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ തണ്ടോട് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. ഇനിയിപ്പം അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ പോകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ മതിയാവും. തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിൽ പോകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം 3ാമത്തെ വിസിലും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിൽ എയർ ഫുള്ള് പോയി കഴിയുമ്പോൾ നമുക്ക് കടുക് വറുക്കാനായിട്ട് എടുക്കാം. കടുക് വറുക്കാനായിട്ട് നമ്മളിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നൊന്ന് കളറൊന്ന് മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇട്ടുകൊണ്ടിരിക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. അതുപോലെ തന്നെ 4 വറ്റൽമുളകും കീറിയിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കിഴങ്ങും സവോള എല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തവി വെച്ച് നമുക്ക് ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കിഴങ്ങ് ഫുള്ളായിട്ട് ഉടച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പകുതി കിഴങ്ങൊക്കെ ഉടച്ചെടുത്താൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് നോക്കിക്കണം കേട്ടോ. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ തന്നെ നല്ല കളറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ദോശക്കല്ലാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. കല്ലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നല്ല വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുത്തിട്ട് ദോശ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനിയിപ്പം ദോശയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുക. മസാലയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദോശ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കാം.
ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് മടക്കിയെടുക്കുക. നമുക്കിഷ്ടമുള്ള പോലെ റോളാക്കി എടുക്കുകയോ അല്ലെങ്കിൽ ത്രികോണമാക്കി എടുക്കുകയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മടക്കിയെടുക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദോശയുടെ കൂടെ മുക്കി കഴിക്കാനായിട്ട് വെള്ളക്കാന്താരിയൊക്കെ അരച്ചുണ്ടാക്കിയ നല്ല കുറുകിയ വെള്ള ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ദോശ ഇനി എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതാ മസാല ദോശ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, കൂടെ ചമ്മന്തി ഉണ്ട് കേട്ടോ. നമുക്കാദ്യം ആ ദോശ മസാല കൂട്ടി ഒന്ന് മുറിച്ച് നോക്കാം. മസാല കൂട്ടി മുറിച്ചെടുത്ത് ചമ്മന്തി കൂടെ മുക്കി സൂപ്പർ മസാല കേട്ടോ. മസാലയ്ക്കകത്തുനിന്ന് നമ്മുടെ ആ ഉഴുന്നൊക്കെ അതിൻ്റെ ആ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നുണ്ട്. ഉഴുന്ന് നമ്മൾ ആ ഇത് ചെയ്തപ്പോൾ മസാലയ്ക്കകത്തുനിന്ന് നമുക്ക് ആ ഉഴുന്നൊക്കെ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മൾ ആ മസാല ഉണ്ടാക്കി കടുക് വറുത്ത സമയത്ത് ഉഴുന്നിട്ടായിരുന്നല്ലോ, അതൊക്കെ നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നുണ്ട്. ചമ്മന്തി പോളി. ചമ്മന്തി കാന്താരി അരച്ച് വെച്ചതുകൊണ്ട്, വെള്ളക്കാന്താരിയാണ്, കാന്താരി അരച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ല എരിവുമുണ്ട്, നല്ല തിക്കുമാണ്. നമ്മുടെ മസാല ദോശയുടെ ആ മസാലയും ആ ചമ്മന്തിയും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അല്ല, അല്ലാതെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആര്യാസും കിട്ടുന്ന അവിടെയൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.